നമ്മുടെ കൊച്ചിക്കടുത്തുള്ള കടമാവകുടി എടുത്ത ഈ ഒരു ഫോട്ടോയ്ക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? കഥ പറയാം. 2020 ഞാൻ കൊറോണയുടെ സമയത്ത് എൻ്റെ വൈഫും കൂടിയിട്ട് തൃശ്ശൂർ അടുത്ത് താമസിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് കടമാവകുടിക്ക് വന്നു. അപ്പം ഞാൻ ഡ്രോൺ അത്ര എക്സ്പോർട്ട് ഒന്നുമില്ല. കടമാവകുടി എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നത്, പക്ഷേ ഡ്രോൺ ആയിട്ട് വന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ കുറേ ഷോർട്സ് ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കുറേ താറാവുകൾ അത് കൂടെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ താറാവുകളുടെ ടോപ്പ് ഡൗൺ കുറച്ച് ഷോർട്സ് എടുത്തു, വീഡിയോസ് ഒക്കെ എടുത്തു, നല്ല ഭംഗിൻ്റെ അടുത്ത് കാണാൻ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് താറാവുകൾ ഒരു സൈഡിൽ കൂടെ ഒരു ഒറ്റയ്ക്കൊരു കണ്ടൽ മരം നിൽക്കേണ്ടത് മാംഗ്രൂവ് ആണ്. അതിൻ്റെ അടിയിലേക്ക് ലൈനിട്ട പോലെ ഇങ്ങനെ ഉറുമ്പുകളൊക്കെ പോകണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇതിനെ കുറച്ച് നേരം വാച്ച് ചെയ്തപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ലൈനിട്ട് വരുമ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് സ്പ്രെഡായി പോകുകയായിരുന്നു ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ ചെയ്തപ്പോൾ കിട്ടിയ ഷോട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഫോട്ടോസിലൊക്കെ ഇവിടുന്ന് സ്പ്രെഡായി പോകുന്ന ഷോട്ടാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് എനിക്ക് അവിടെ കറക്റ്റ് ഒരു ലൈനായിട്ട് കിട്ടി. പിന്നെ ഈ ഫോട്ടോ ഞാൻ എൻ്റെ അന്ന് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, പക്ഷേ വലിയ സംഭവം എന്ന് വിചാരിച്ചൊന്നുമില്ല. എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ നേരിട്ട് വിളിച്ച് സംസാരിച്ചു, അടിപൊളി ഫോട്ടോ, ഇതെങ്ങനെ കിട്ടിയത്, എവിടെ നിന്ന് എടുത്തതെന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് മിസ്റ്റേക്സുകളുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്ഥലമുണ്ട്, നമുക്ക് ഇനിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ട് പോയി. പക്ഷേ എനിക്ക് അതിന് ശേഷം 5 വർഷമായിട്ട് ഞാനിപ്പോൾ ഒരു 10-30 പ്രാവശ്യം അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഫോട്ടോഗ്രാഫി ലൈഫിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ ആയിരിക്കും കേട്ടോ. ഡക്ടൈൽസ് എന്നാണ് ഇതിന് പേരിട്ടെ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഡക്ടൈൽസ് എന്നൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരാണ് ഞാൻ ഇതിലിട്ടെ. അങ്ങനെ ഒരു ദിവസം എൻ്റെ വൈഫ് എനിക്ക് വേണ്ടിയിട്ട് 35 അവാർഡ് എന്നുള്ളൊരു അവാർഡ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ ആൾ അപ്ലൈ ചെയ്തു. ആൾക്ക് എനിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് അപ്ലൈ ആണ് ചെയ്ത് ഫസ്റ്റ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഫൈനൽസിൽ വന്നിട്ടുണ്ടെന്ന് ഒരു മെയിൽ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നമുക്ക് ടൈറ്റിൽ അവാർഡ് കിട്ടിയില്ല, പക്ഷേ ബെസ്റ്റ് വ്യൂവേഴ്സ് ചോയ്സ് എന്നുള്ളൊരു അവാർഡ് കിട്ടി. 80,000-ഓളം ഫോട്ടോകളുണ്ടായിരുന്നു ഇതിൽ കോമ്പറ്റീഷന് വേണ്ടിയിട്ട്. അതിൽ ബെസ്റ്റ് 30 ഫോട്ടോയിൽ നമ്മുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. വലിയൊരു സംഭവമായി. നമ്മുടെ തൊട്ടപ്പുറത്ത് നിന്ന് എടുത്തൊരു ഫോട്ടോയ്ക്ക് ഇൻ്റർനാഷണൽ റെക്കഗ്നൈസേഷൻ കിട്ടി. അതാണ് ഈ ഫോട്ടോൻ്റെ കഥ. ഇത്രേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ വീടിൻ്റെ തൊടിയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ ആയിരിക്കും ചിലപ്പോൾ ഇൻ്റർനാഷണൽ അവാർഡൊക്കെ കിട്ടുക. നിങ്ങളും ഇതുപോലെ അവാർഡുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. കുറേ അവാർഡുകളുണ്ട്, ഇൻ്റർനാഷണൽ അവാർഡുകളുണ്ട്, നാഷണൽ അവാർഡുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഭാഗ്യം വരാമെന്ന്. ഓക്കെ, അപ്പോൾ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ കഥയായിട്ട് വരാം. ബൈ.